അസ്സലാമലൈക്കും, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കണമെന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ പലഹാരം ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് ചോറ് കൂടെ എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ചോറ് മുങ്ങിക്കെടുക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇനിയിപ്പോൾ ഇതാ ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദമാവിന് പകരം ഗോതമ്പ് പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല. അതല്ല, ഇനിയിപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടി 1 കപ്പ് മൈദമാവ് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മൈദമാവാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മൈദമാവിലേക്ക് നമ്മളെ ചോറും ഉപ്പും വെള്ളം കൂടി അടിച്ച് വെച്ചാൽ മിക്സില്ലേ, അത് ഒഴിച്ചു കൊടുക്കുക. അത് ഫുള്ള് അങ്ങനെ കൊണ്ട് ഒഴിച്ചു കൊടുക്കരുത്. ഒരു പകുതി ഒഴിച്ച് പിന്നെ നമുക്ക് വെള്ളത്തിന് ആവശ്യത്തിന് കുറേശ്ശെ ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ 3/4 കപ്പ് ചോറിൻ്റെ മിക്സ് ആവശ്യം വന്നുള്ളൂ. 1/4 കപ്പ് ഇവിടെ ബാക്കിയായിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചോറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാൻ. ആദ്യം തന്നെ മുഴുവൻ ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ അങ്ങനെ നന്നായി നമ്മളിതൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ മൈദമാവിടെ നന്നായി കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ അവിടെ ഇരിക്കട്ടെ. സമയം ഉണ്ടെങ്കിൽ ഒരു 1/4 മണിക്കൂറിൻ്റെ വരെയൊക്കെ വെക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെക്കുക. എന്നിട്ട് അതിന് ശേഷം ചെറിയ ബോൾസാക്കി എടുത്തിട്ട് നമുക്കിത് നന്നായി കനം കുറച്ചൊന്ന് പരത്തിയെടുക്കണം. കനം കുറച്ച് പരത്തിയതിന് ശേഷം ഒരു ഭാഗം മടക്കിയിട്ട് അതിൻ്റെ മുകളിൽ നമുക്കൊരല്പം വെളിച്ചെണ്ണ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഇങ്ങനെ വെളിച്ചെണ്ണ ബ്രഷ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കൊരു പൊറാട്ടയുടെ ടേസ്റ്റ് വരും. അതല്ല, നമുക്ക് ബട്ടർ നാനിൻ്റെ ടേസ്റ്റിലാണ് കഴിക്കേണ്ടതെങ്കിൽ ഈ സമയത്ത് ബട്ടർ ഉരുക്കിയിട്ട് അതാണ് ഒരല്പം സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് അതിൻ്റെ മുകളിലൊരല്പം മൈദപ്പൊടി തൂവി കൊടുക്കുക. എന്നിട്ട് മറ്റേ ഭാഗം ഇതിൻ്റെ മുകളിലേക്ക് മടക്കുക. എന്നിട്ട് അവിടെ ഇതേപോലെ തന്നെ ബട്ടറാണെങ്കിലും വെളിച്ചെണ്ണ ആണെങ്കിലും എന്താണെങ്കിലും തൂവി കൊടുത്തതിന് ശേഷം ഒരല്പം മൈദപ്പൊടി വിതറി കൊടുക്കുക. എന്നിട്ട് ഈ ഭാഗം ഇങ്ങനെ മടക്കുക. അതും ഇതുപോലെ തന്നെ ചെയ്യുക. എന്നിട്ട് ഈ ഭാഗം മടക്കിയിട്ട് നമുക്കിത് ഒട്ടിച്ചു കൊടുത്തിട്ട് മാറ്റി വെക്കുക. അങ്ങനെ ഞാനിവിടെ 8 ബോൾസാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ എനിക്കിത് വലിപ്പം കൂടുതലായിരുന്നു ചുട്ട് എടുത്തപ്പോൾ. ഇത് നമുക്കൊന്നും കൂടി വലിപ്പം, ഈ 2 കപ്പ് അളവ് മൈദ കുഴച്ചെടുത്തത് ഒന്നും കൂടി വലിപ്പം കുറഞ്ഞിട്ടാണെങ്കിൽ നമുക്കൊരു 10-12 വരെ വേണമെങ്കിലും ഇങ്ങനെ തയ്യാറാക്കി എടുക്കുക. അപ്പോൾ എല്ലാതും ഇതേപോലെ നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നും എടുത്തിട്ട് വീണ്ടും പരത്തി കൊടുക്കണം. കനം കുറച്ചിട്ട് തന്നെ പരത്തിയെടുക്കാം. ഇപ്പോൾ എല്ലാം പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് ചുട്ടെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഫ്രൈ പാൻ സ്റ്റവിൽ വെച്ച് നന്നായി ചൂടായതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെളിച്ചെണ്ണയിലാണെങ്കിൽ വെളിച്ചെണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുക ഫ്രൈ പാനിൽ. അതല്ല, നമുക്ക് ബട്ടർ നാനിൻ്റെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓരോന്ന് എടുത്തിട്ട് നമുക്ക് തിരിച്ചു മറിച്ച് എടുത്തിട്ട് ചുട്ടെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, മൈദ ഒന്ന് വേവാനുള്ള സമയം വേണം. അപ്പോൾ അതിന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് തിരിച്ചു മറിച്ച് ഇട്ടിട്ട് ചുട്ടെടുക്കണം. അപ്പോൾ നമ്മളെ പലഹാരം എല്ലാം ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണ്ട നമ്മൾ പലഹാരം അങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോൾ ഉള്ളിലൊക്കെ പൊറാട്ടയുടെ അങ്ങനെ അടുക്ക് പോലെ ആയിട്ട് നല്ല സോഫ്റ്റായിട്ടും കാണുന്നുണ്ട്. കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ അതിലേക്കൊരു കറി ഇവിടെ സ്റ്റവിൽ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചിക്കൻ കുറുമയാണ്. ചിക്കൻ കുറുമ സ്പെഷ്യൽ വെറൈറ്റി ചിക്കൻ കുറുമയാണ്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഈ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെയും എല്ലാവർക്കും ബായ്.